എല്ലാവർക്കും നമസ്കാരം. ജെഇയുടെ സെക്ഷൻ 1 എക്സാം കഴിഞ്ഞു. സെക്ഷൻ 2 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട ഫസ്റ്റ് ഡേറ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 25 രാത്രി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ആണെങ്കിൽ അന്നേ ദിവസം രാത്രി 11:50 വരെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെക്ഷൻ 2 അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു റൈറ്റ് ടൈം ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ സെക്ഷൻ 1 ആപ്ലിക്കേഷൻ ഇട്ടിട്ട് രണ്ടാമത്തെ സെക്ഷനും പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും അവരുടെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ആ എക്സാമിനേഷന്റെ ഫീസ് അടച്ചാൽ മാത്രം മതിയാവും. പിന്നെ ഡോക്യുമെന്റ് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ ഫസ്റ്റ് സെക്ഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയും അതിനോടനുബന്ധമായിട്ട് അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണോ ആ ഡോക്യുമെന്റുകൾ കംപ്ലീറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് വൃത്തിയായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ജെഇ എക്സാമിനേഷന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഇതിനു മുന്നേ ഞാൻ ജെഇ സെക്ഷൻ 1 വേണ്ടി ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് പുറമെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയുന്ന രീതിയിലുള്ള ഡോക്യുമെന്റിനോടൊപ്പം തന്നെ ഇത് എക്സാമിനേഷന്റെ ഫീസായ ജനറൽ കാറ്റഗറി ആൺകുട്ടികൾക്കാണ് 1000 രൂപയും പെൺകുട്ടികൾക്ക് 800 രൂപയുമാണ് വരുന്നത്. OBC ആണെങ്കിൽ ആൺകുട്ടികൾക്ക് 900 രൂപയും പെൺകുട്ടികൾക്ക് 800 രൂപയാണ് വരുന്നത്. SC/ST ആണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 500 രൂപ വീതമാണ് വരുന്നത്. ഇത് ബിടെക് തുടങ്ങിയ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. BAർക്കും അതുപോലെ ബി പ്ലാനിങ്ങും വരികയാണെങ്കിൽ ഈ എത്രയാണോ നമ്മൾ കാറ്റഗറി ബേസ് നമ്മുടെ ഫീസ് വരുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും. 1000 എന്ന് പറയുന്നത് 2000 രൂപയാണ്. പെൺകുട്ടികൾക്ക് 800 എന്ന് പറയുന്ന 1600 ആണ്. SC/STക്കാർക്ക് 500 എന്ന് പറയുന്ന 1000 രൂപ ആണ് അതിൻ്റെ അകത്ത് ഫീസ് വരുന്നത്. ഈ കൃത്യമായ ഫീസ് അടയ്ക്കുകയും ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സെക്ഷനിൽ നടക്കുന്ന പരീക്ഷയിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഒന്നാം സെക്ഷൻ എഴുതി മാർക്ക് മോശമായ ആൾക്കാർക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സെക്ഷൻ 2 എക്സാമിനേഷന്റെ അപേക്ഷ കൊടുത്തിട്ട് ആ എക്സാമിനേഷൻ കൂടി നമ്മൾ എഴുതുന്നത് നന്നായിരിക്കും. അതും ഏപ്രിൽ മാസം 1 അതിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ മാസം 8 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. 300 മാർക്കിന്റെ പരീക്ഷയാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 25 ക്വസ്റ്റ്യൻസ് വീതമാണ്. ഫിസിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാത്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവയെല്ലാം വളരെ സമഗ്രമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായി 300 മാർക്കിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്കോർ ചെയ്യാൻ പറ്റും. ഈ സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത് നമ്മുടെ NIT-ലായാലും IIT-ലായാലും IIIT-ലായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജെഇ ക്വാളിഫൈ ചെയ്തിരിക്കണം. ജെഇ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫും ഏറ്റവും കൂടുതൽ അവസരങ്ങളുമുള്ള ഒരു എക്സാമിനേഷൻ ആണ് ജെഇ എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.